കളിയാട്ടം സിനിമ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിരുന്നത് മഞ്ജു വാര്യരുടെ അച്ഛന്റെ ആ ഫോൺ കോളാണ്. പ്രമുഖ സംവിധായകന്റെ വെളിപ്പെടുത്തൽ ഇങ്ങനെ: പ്രേക്ഷകർക്ക് ഇന്നും പ്രിയപ്പെട്ട സിനിമയാണ് 1997 റിലീസ് ചെയ്ത കളിയാട്ടം. സുരേഷ് ഗോപി, മഞ്ജു വാര്യർ, ലാൽ, ബിജു മേനോൻ എന്നിവർ പ്രധാന വേഷം ചെയ്ത കളിയാട്ടം സംവിധാനം ചെയ്തത് ജയരാജാണ്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന സർക്കാർ പുരസ്കാരവും ഈ സിനിമയിലൂടെ സുരേഷ് ഗോപിക്ക് ലഭിച്ചു. സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് നിർമ്മാതാവ് കെ രാധാകൃഷ്ണൻ. അന്നത്തെ വലിയ താരങ്ങളായ സുരേഷ് ഗോപിയും മഞ്ജു വാര്യരും കളിയാട്ടം സിനിമയിൽ കാസ്റ്റ് ചെയ്തതിനെ കുറിച്ച് കെ രാധാകൃഷ്ണൻ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറയുകയാണ്: സുരേഷ് ഗോപി കത്തി നിൽക്കുന്ന സമയമാണ്. ഇതാണ് സംഭവം. നിങ്ങൾ തോക്കെടുക്കേണ്ട, അടികൂടേണ്ട. ഒതല്ലോ ആണ് കഥ. അത് തെയ്യം പശ്ചാത്തലത്തിൽ ചെയ്യുന്നു എന്ന് സുരേഷ് ഗോപിയോട് പറഞ്ഞു. ജയരാജുമുണ്ട്. സുരേഷ് ഗോപി താല്പര്യം കാണിച്ചു. ഓക്കെ പറഞ്ഞു. പൈസയുടെ കാര്യം പറയരുത്, തരാനൊന്നും ഉണ്ടാകില്ല. അങ്ങനത്തെ ബഡ്ജറ്റാണെന്ന് ഞാൻ പറഞ്ഞു. അഡ്വാൻസ് ഒന്നും കൊടുത്തില്ല. മഞ്ജു വാര്യരെയും വിളിച്ചു പറഞ്ഞു. മഞ്ജു വാര്യർ എനിക്ക് ആ പടം ചെയ്ത് തന്നത് വെറും 75,000 രൂപയ്ക്കാണ്. 25,000 രൂപ അഡ്വാൻസ് ആയി കൊടുത്തു. സുരേഷ് ഗോപിക്ക് കൊടുത്തത് 2 ലക്ഷം രൂപയാണ്. 23 ദിവസം കൊണ്ട് സുരേഷ് ഗോപിയുടെ വർക്ക് തീർന്നു. 26 ദിവസം കൊണ്ട് ഷൂട്ടിംഗ് തീർത്തു. സുരേഷ് ഗോപി ഒരുപാട് കഷ്ടപ്പെട്ടു. വെറും പായയിൽ 2 മണിക്കൂറോളം കിടക്കുമ്പോഴാണ് തെയ്യത്തിന്റെ മേക്കപ്പ് ചെയ്തത്. തെയ്യത്തിന്റെ യഥാർത്ഥ ആൾക്കാരെ വരുത്തിയാണ് മേക്കപ്പ് ചെയ്തത്. ലാൽ അഭിനയിച്ച ആദ്യത്തെ പടമാണ്. ലാലിന് പകരം ആദ്യം കാസ്റ്റ് ചെയ്തത് മുരളിയെയാണ്. പയ്യന്നൂർ ഷൂട്ടിംഗ് തുടങ്ങാൻ റെഡിയായിരിക്കുമ്പോൾ മഞ്ജു വാര്യറിന്റെ അച്ഛൻ വിളിച്ചു. ഒരു പ്രശ്നമുണ്ട്, മഞ്ജുവിന് ചിക്കൻ പോക്സ് ആണെന്ന് പറഞ്ഞു. ഞാൻ ജയരാജിനെ വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ ചെറിയ നഷ്ടം ഉണ്ടാകുമെങ്കിലും മഞ്ജു ഇല്ലെങ്കിൽ ഈ പടം ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ആദ്യ പടം അവിടെ നിന്നു. ഞാനാകെ തകർന്നു പോയി. വീണ്ടും 1.5 മാസം കഴിഞ്ഞ് മഞ്ജു റെഡിയായപ്പോൾ പടം വീണ്ടും തുടങ്ങി. ആ ഗ്യാപ്പിലാണ് ജയരാജ് ലാലിന്റെ അടുത്ത് പോയി സംസാരിക്കുന്നത്. ലാൽ ആദ്യം പറ്റില്ലെന്ന് പറഞ്ഞു, പിന്നെ സമ്മതിച്ചു. മുരളിക്ക് അവസാനം വരെ എന്നോട് ദേഷ്യമുണ്ടായിരുന്നു. കാരണം പുള്ളിയെ തീരുമാനിച്ചിട്ട് പിന്നെ വേണ്ടെന്ന് വെച്ചതാണ്.